മുനമ്പത്ത് കിടന്നു വിരകുന്ന പള്ളിത്തന്തന്മാരറിയുവാൻ. മണിപ്പൂർ എന്ന് കേട്ടാൽ കമ്പിളിപ്പുറപ്പ് കമ്പിളിപ്പുറപ്പ് എന്ന് പറയണം. മുനമ്പം എന്ന് കേട്ടാൽ വിശ്വാസികളെ ഓടിവായോ ഓടിവായോ ക്രിസ്ത്യാനികളെ വഴിയാധാരമാക്കുന്നേ എന്ന് വലിയ വായിൽ നിലവിളിക്കണം. ഇതാണ് പള്ളിത്തന്തന്മാരുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ പള്ളിത്തന്തന്മാരുടെ നിലവിലെ നിലപാടില്ലാത്ത നിലപാട്. ഇന്നലെ ഞായറാഴ്ച പതിവ് പോലെ കുർബാന കളി കഴിഞ്ഞ് ഒരു പള്ളിത്തന്ത മുനമ്പം വിഷയത്തിൽ വർഗീയത നന്നായി ആളിക്കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞാട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, പാതിരി ചേട്ടാ, മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് 18 മാസങ്ങൾ പിന്നിടുന്നു. മണിപ്പൂരിൽ മാത്രം 250-ലധികം ക്രിസ്ത്യൻ പള്ളികളും നൂറുകണക്കിന് സ്ഥാപനങ്ങളും കത്തിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് സുവിശേഷ പ്രവർത്തകരും ക്രൈസ്തവ വിശ്വാസികളും കൊല്ലപ്പെട്ടിട്ടും ഉണ്ട്. ഇതിനെതിരെ ഉറച്ചൊന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാത്ത നിങ്ങൾ കുർബാന പണിക്കാരന്മാർ ഇപ്പോൾ എന്തിനാണ് മുനമ്പം വിഷയത്തിൽ വലിയ വായിൽ കിടന്ന് നിലവിളിക്കുന്നത്, അവിടെ പോയി കുത്തിയിരുന്ന് കുരയ്ക്കുന്നത് എന്ന് ഉത്തരം മുട്ടിയ പള്ളിത്തന്ത സ്ഥിരം നമ്പർ എടുത്തു. തോമാച്ചൻ അവിടെ ഇരുന്നേ, പള്ളി പിരിഞ്ഞിട്ട് പള്ളിമേടയിലേക്ക് വാ, ഞാൻ വിശദമായി പറഞ്ഞു തരാമെന്ന്. പാതിരിയെ കൂടുതൽ നാറ്റിക്കണ്ട എന്ന് കരുതി തോമാച്ചൻ ഇരുന്നു. പള്ളി പിരിഞ്ഞ് തോമാച്ചൻ കൃത്യമായി പള്ളിമേടയിൽ പോയി പാതിരിയെ കാണുകയും ചെയ്തു. ചെന്നപാടെ പാതിരി തോമാച്ചന്റെ 2 കൈയും കൂടെ അങ്ങോട്ട് പിടിച്ച് ചേർത്ത് പിടിച്ചു. തോമാച്ച, വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വൈദികരുടെ കയ്യിൽ നിന്നും ശാപമൊന്നും മേടിച്ചു പിടിക്കരുത്, തലമുറകൾ രക്ഷപ്പെടില്ല. പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തിരി ബഹുമാനത്തോടെയൊക്കെ ഞങ്ങളോട് പറയണം എന്ന്. തോമാച്ചനും ഒട്ടും വിട്ടുകൊടുത്തില്ല. പിന്നെ കോപ്പ, താനൊക്കെ ശപിച്ചാൽ ഞങ്ങൾക്ക് മലര, പിന്നെ നിങ്ങളുടെയൊക്കെ കൈയിരിപ്പ് വെച്ച് നോക്കുമ്പോൾ വാരി തറയിലടിക്കേണ്ടുന്ന പണിയാണ് നിങ്ങൾ ഈ ലോഹയും വിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പാതിരി, ഈ തോമാച്ചന്റെ ഒരു തമാശ എന്ന് പറഞ്ഞ് തോമാച്ചൻ രാവിലെ പള്ളിയിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തോമാച്ച, മടിയിൽ കനമില്ലാത്തവർ പേടിക്കേണ്ട എന്നാണല്ലോ പ്രമാണം. പക്ഷേ നമ്മുടെ മടിയിൽ മുടിഞ്ഞ കനമുണ്ട്. ഭാരത സുവിശേഷവൽക്കരണത്തിന്റെ പേരിൽ നമ്മൾ വിദേശത്തു നിന്നും കൊണ്ടുവന്ന പണമെല്ലാം എത്രയുണ്ടെന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് പോലും തിട്ടമില്ലെന്ന് തോമാച്ചൻ അറിയാമല്ലോ. ആ പണം കൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ കോടാനുകോടി വകയുടെ സ്വത്തുക്കളെല്ലാം BJP സർക്കാർ കണ്ടുകെട്ടും എന്ന ഭീഷണി നമുക്കുണ്ട്. നമ്മുടെ താറാവ് യോഹന്നാന് കിട്ടിയ പണി കണ്ടില്ലേ? ഈടി തിരുവല്ലയിലെ ആസ്ഥാനത്ത് കയറി കള്ളപ്പണമെല്ലാം എടുത്തുകൊണ്ടും പോയി കേസുമായി പുക്കാറുമായി. യോഹന്നാൻ വേണ്ട പോലെ ഡീല് ചെയ്തത് കൊണ്ട് പുള്ളി അകത്തു പോയില്ല. ഈ അനുഭവം നമ്മുടെ പിതാക്കന്മാർക്കും ഏത് നിമിഷവും സഭയ്ക്കും ഉണ്ടാകും. അത് നമ്മളായിട്ട് ഉണ്ടാക്കണോ? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന് പണ്ട് ആരോ മോന്മാർ പറഞ്ഞതുപോലെ താറാവ് യോഹന്നാൻ മാന്തി ചൊറിയുന്നത് കണ്ടു നമ്മുടെ പിതാക്കന്മാർ അപകടം മനസ്സിലാക്കി ഒരു സ്റ്റാൻഡും എടുത്തു. നമ്മുടെ പിതാക്കന്മാർ അവർക്ക് ചൊറിയുവാനുള്ള അവസരം അവരായിട്ട് തന്നെ ഉണ്ടാക്കണ്ട എന്ന് വെച്ചു. അത് തെറ്റാണോ തോമാച്ച? പിന്നെ തോമാച്ചനൊരു കാര്യം മനസ്സിലാക്കണം. ഈ കുർബാന കൂദാശ കച്ചവടത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ കച്ചവടത്തിൽ പെർമനന്റ് ശത്രുവും പെർമനന്റ് മിത്രവും ഇല്ല എന്നതാണ്. പെർമനന്റായി ഉള്ളത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രം. അതിന് ഏത് കാവർക്കെയും നാം അപ്പ എന്ന് വിളിക്കാൻ സന്നദ്ധരാകണം, സഖ്യമുണ്ടാക്കാൻ തയ്യാറുമാവണം. മുണ്ണക്കുഞ്ഞുങ്ങൾ അതിനൊപ്പം നിൽക്കണം, കട്ടയ്ക്ക് ഇടങ്ങേറുണ്ടാക്കാതെ. തോമാച്ചൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, സഭ ഒരിക്കലും മണിപ്പൂർ എന്ന് മിണ്ടാൻ പാടില്ല. നമ്മളെപ്പോഴും പറയേണ്ടുന്നത് മണി പോരാ രൂപത എന്നാണ്. മണിപ്പൂർ എന്നെങ്ങാനും മിണ്ടിയാൽ നമ്മുടെ സഭയ്ക്കും പിതാക്കന്മാർക്കും 8ന്റെ പണി കിട്ടും. പെണ്ണ് കേസോ സാമ്പത്തിക തട്ടിപ്പ് കേസോ ഇല്ലാത്ത നമ്മുടെ ഒരൊറ്റ പിതാക്കന്മാരുണ്ടോ? ഇല്ല. അതിൻ്റെ എല്ലാ മൊത്തം വിശദാംശങ്ങളും അങ്ങ് ഡൽഹിയിലുണ്ട്. എന്നാൽ മുനമ്പത്ത് പോയി നിന്ന് നമ്മൾ മുസ്ലിങ്ങളെ 10 ചീത്ത വിളിച്ചാൽ നമുക്ക് യാതൊരു ചെലവുമില്ല, കാശ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെയൊക്കെ നല്ല പ്രയോജനം നമുക്ക് പല രൂപത്തിൽ കിട്ടുകയും ചെയ്യും. ഇത് കേട്ട് ദേഷ്യം വന്ന തോമാച്ചൻ പള്ളിത്തന്തയോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, പാതിരി, ഈ പണിയേക്കായാലും നല്ലത് വല്ല കൂട്ടിക്കൊടുപ്പിനും പോകുന്നതല്ലേ നല്ലത് എന്ന്. അപ്പോഴും പാതിരി ആ ഊളച്ചിരി ചിരിച്ചുകൊണ്ട് നിന്നു. ഇതാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. മണിപ്പൂരിൽ കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയും നിരവധി ക്രൈസ്തവ ദൈവാലയങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടും സഭാ നേതൃത്വങ്ങൾ ഒരക്ഷരമിണ്ടാതെ മുനമ്പം ഭൂമിയുടെ പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മുനമ്പം ഭൂമിയെ ചൊല്ലി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി ആളിക്കത്തിക്കുവാൻ കേന്ദ്രമന്ത്രിമാരെ വരെ ഇറക്കി പ്രചരണം കൊഴുപ്പിക്കുന്നതിനിടയിലാണ്
BJP അനുഭാവമുള്ള ശക്തികൾ മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ച സംഭവം വീണ്ടും പുറത്തു വരുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാത്ത സഭാ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് വിശ്വാസി സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ സഭാ നേതാക്കന്മാർ ഒറ്റപ്പെട്ടു. ഇപ്പോൾ വിശ്വാസികളുടെ മുന്നിൽ മറുപടിയില്ലാതെ നാണം കെട്ടു. നിന്റെയൊക്കെ കള്ളപ്പണം സുരക്ഷിതമാക്കുവാൻ ഞങ്ങളെ ചാണകക്കൂട്ടിൽ കൊണ്ട് കെട്ടുവാൻ സമ്മതിക്കില്ല എന്നാണ് ജനങ്ങളുടെ നിലപാട്. മുനമ്പം വിഷയത്തിൽ BJPക്ക് കേരളത്തിൽ മുതലെടുക്കുവാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ ഭരണകക്ഷിയായ CPMന് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്കുള്ള വഖഫ് ഭൂമികൾ എന്ന് അവകാശപ്പെടുന്ന ഭൂമിയുടെ മേൽ യാതൊരു കുടിയൊഴിപ്പിക്കൽ നടപടികളും നിയമ നടപടികളും ഉണ്ടാവില്ല എന്ന് സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കുകയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. സർക്കാരിന് അതിൻ്റെ മൈലേജും ഉണ്ടാകുമായിരുന്നു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് കൃത്യമായ CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഒരു ഡീലിൻ്റെ ഭാഗമായി ഉള്ളതാണ്. സർക്കാരിൻ്റെ നിസ്സംഗത കൊണ്ട് മാത്രമാണ് ഇവിടെ മുനമ്പം വിഷയം വീണ്ടും ആളിക്കത്തിക്കപ്പെടുകയും BJP ഈ അവസരം മുതലെടുക്കുവാൻ ക്രിസംഗികളെ ഇറക്കിവിട്ടത്. പാലക്കാടാണ് അവർ ഇതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ 2 നാൾ മുമ്പ് തന്നെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ക്രിസംഗികളുടെ വായിൽ പിരിവെട്ടി എന്ന് തന്നെ പറയാം. മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമങ്ങൾക്കെതിരെയും പിഞ്ചു കുഞ്ഞടക്കമുള്ളവരുടെ കൊലപാതകങ്ങൾക്കെതിരെയും സഭ ഒന്ന് അപലപിക്കുക കൂടി ചെയ്തില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പള്ളിത്തന്തന്മാരുടെ ഇരട്ടത്താപ്പ് നമുക്ക് വെളിവാകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.